ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദ്റൂസ് ഇന്നൊരു കിച്ചൻ. യാത്ര പോവുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഞാനും എൻ്റെ മക്കളും കൂടിയിട്ടാണ് യാത്ര പോകുന്നത്. ഡിസംബർ 28 ഞായറാഴ്ച കേട്ടോ. പട്ടാമ്പിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ട്രെയിനിൽ നമ്മൾ നോക്കി നിൽക്കുക. 2:20 പരശുറാം എക്സ്പ്രസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങളത് 2:15 പട്ടാമ്പി എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാനും മക്കളും കൂടെ അത് അവിടെ ഇങ്ങനെ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ട്രെയിൻ യാത്രയാണ്. അങ്ങനെ ഞങ്ങളത് അവിടെ കോഴിക്കോട് എത്തി കേട്ടോ. 4:10 ഞങ്ങൾ കോഴിക്കോട് WCSൻ്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ കോഴിക്കോട് നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. ഞാനപ്പോൾ ആ ഫംഗ്ഷനിലൊന്ന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും മക്കളും കൂടി പോയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പോയ ക്ഷീണമാണ്. പോയത് ചായയൊക്കെ കുടിക്കുന്നുണ്ട്, സ്നാക്സൊക്കെ ഹാളിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ പോയൊരു ക്ഷീണത്തിൽ ചായയൊക്കെ കുടി കഴിഞ്ഞ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഒരുപാട് വലിയ വലിയ യൂട്യൂബർമാരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ്. അപ്പോൾ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കും. പിന്നെ കരുതി മടി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കാരണം നമ്മുടെ വീഡിയോയിൽ ഇതൊക്കെ ഒന്ന് കാണിക്കണ്ടേ. അങ്ങനെ ഞാൻ കുറേശ്ശൊക്കെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇത് ആ ഹാളിനകത്താണ് കേട്ടോ, ഓഡിറ്റോറിയത്തിനകത്ത്. എൻ്റെ ഒരുപാട് കൂട്ടുകാരികളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇതുപോലെ അവാർഡൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും അവിടെ ചെന്നത്. അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരും ഫോണിലൂടെ പരിചയം മാത്രമാണ്. നേരിട്ട് ആരും ഇതുവരെ നേരിട്ട് കാണുന്ന ഒരു സന്തോഷം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പം മിസിരിയും നമ്മുടെ സുനിത ചേച്ചി അവർ അവാർഡ് മേടിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ റസീനയും ആരിഫയും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഓടിപ്പോയിട്ട് മിസിരിനെ ഒന്ന് കെട്ടിപ്പിടിച്ചതാണ് കേട്ടോ. പിന്നെ അടുത്ത് തന്നെ നമ്മുടെ സുനിത ചേച്ചി നിൽക്കുന്നുണ്ട്. അതായത് മിസിരിയ കിച്ചൻ വ്ളോഗും പിന്നെ നമ്മുടെ സുനിത കിച്ചൻ വ്ളോഗുമാണ് കേട്ടോ. അവർ റസീന ഡ്രീംസും പിന്നെ ആരിഫ കിച്ചൻ വ്ളോഗ്, ഷമീറ ഡ്രീംസ് അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരെയൊക്കെ ആദ്യം കണ്ടു. എന്നിട്ട് അത് ആ സുനിത ചേച്ചിയാണ് കേട്ടോ. അത് സുനിത ചേച്ചി മിസിരിയാണ്. അപ്പോൾ അവരോട് ഞാൻ വിശേഷങ്ങളൊക്കെ പറയും. ഇവർക്കുള്ള അവാർഡ് കിട്ടാൻ കുറച്ച് താമസിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് സമയം ഒരു 4:45 ആയിട്ടുണ്ട്. സുഹൈല റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനൽ ഉണ്ട് കേട്ടോ. സുഹൈല എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി. അവരൊക്കെ ഈ പരിപാടിയുടെ ഒരു വളണ്ടിയർമാരാണ് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ ഇപ്പം തന്നെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ യൂട്യൂബർമാരിനെയൊക്കെ കാണാൻ പറ്റിയിട്ട്. അപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് പരിചയമൊന്നും ഇല്ലല്ലോ. നമ്മളൊക്കെ ഒരു ചെറിയ ചാനൽ ചെന്നത് എൻ്റെ മക്കൾ ഇതാ ഓരോ യൂട്യൂബർമാരുടെ പേരും അവർക്കെല്ലാം ബൈഹാർട്ടാണ് കേട്ടോ. ഉമ്മ അത് അവർ, ഉമ്മ ഇവർ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ആകാംക്ഷയുടെ എല്ലാവരെയും കാണിച്ചത്. എല്ലാവരും നേരിട്ട് കണ്ടപ്പോൾ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നൊരു പിടുത്തമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവിടെ പോയിട്ട് എല്ലാവരും നേരിട്ട് കണ്ടപ്പോൾ പിന്നെ ആ വീഡിയോ എടുക്കാനൊക്കെ ഒന്ന് മറന്നുപോയിട്ട് പിന്നെ ഓർമ്മയുള്ള സമയത്തൊക്കെ കുറേശ്ശൊക്കെ വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ ഓരോരുത്തർ അവാർഡൊക്കെ മേടിച്ചിട്ട് അവരുടെ ബാഗിലൊക്കെ കൊണ്ട് വെക്കുകയാണ്. അപ്പോഴേക്കും ഈ സമയം നമ്മുടെ ബുള്ളറ്റ് മാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരും ഇങ്ങനെ വന്നോട്ടെ. അപ്പോൾ ഞാൻ അവരെയൊക്കെ വീഡിയോ എടുത്തപ്പോൾ ബുള്ളറ്റ് മാനൊക്കെ ഇങ്ങനെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്തു. കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും നമുക്ക് പറ്റിയില്ല കേട്ടോ. ആ സമയം എൻ്റെ അയ്യാൻകുട്ടി അവിടെ ഒരു പണി കുട്ടി ഓടിച്ചാടി കളിച്ചിട്ട് പെട്ടെന്ന് വീണുട്ടാ. വീണിട്ട് ആ ചുണ്ടിൽ കൂടെ രക്തമൊക്കെ ഒരുപാട് വന്നു. പിന്നെ ഞാൻ അവനെയും കൂട്ടി പെട്ടെന്ന് അങ്ങോട്ട് പുറത്ത് പോവാണ് കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ ശരിക്കും നേരിട്ട് നമുക്ക് എൻ്റെ കൂട്ടുകാരിയൊക്കെ കണ്ടത് ഒന്ന് ആരിഫ കിച്ചൻ വ്ളോഗ്, പിന്നെ റസീന ഡ്രീംസ്, ഷമീറ ഡ്രീംസ്, പിന്നെ മിസിരിയ കിച്ചൻ, സുനിത കിച്ചൻ, സുഹൈല ക്രിയേഷൻ. അപ്പോൾ ഇവരെയൊക്കെയാണ് നേരിട്ട് കണ്ടത്. അത് റസീനയും ആരിഫയാണ് ഇരിക്കുന്നത്. പിന്നെ അപ്പുറത്ത് കറുത്ത ടീഷർട്ട് ഇട്ടത് റസീനയുടെ ഹസ്ബൻഡ്. പരിപാടി കാണുകയും ചെയ്യണം, ഇവരോടൊപ്പം സെൽഫി എടുക്കണം, വീഡിയോ എടുക്കണം, വിശേഷങ്ങൾ പങ്കുവെക്കണം. അങ്ങനെ എല്ലാം കൂടെ ഒരു വെത്തപ്പാടായിട്ടാണ്. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ബുള്ളറ്റ് മാനക്ക അവിടെ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മാനക്കാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ മാനക്ക ഇങ്ങനെ നോക്കി ചിരിക്കുന്നൊക്കെ. ശരിക്കും ഒന്ന് നേരിട്ട് പോയി പരിചയപ്പെടാനോ ഫോട്ടോ എടുക്കാനോ അതിനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ആ സമയമാണ് എൻ്റെ അയ്യാൻകുട്ടി അവിടെ വീണത്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മോനെ കൊണ്ടൊന്ന് വീഡിയോ എടുപ്പിച്ചതാണ്. ക്ഷീണമൊക്കെ നല്ലപോലെ മുഖത്ത് അറിയുന്നുണ്ട്. മാത്രമല്ല ഉച്ചക്ക് ഭക്ഷണമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ എത്തിയതും ചായ കുടിക്കലും സ്നാക്സ് കഴിക്കലും അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു സമാധാനം. കാത്തിരുന്നിട്ടൊക്കെ കണ്ടുമുട്ടുക എന്ന് പറയുമ്പോൾ നല്ല ത്രില്ലിംഗ് ആണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു. ഇനി എപ്പോഴാണ് ഇതുപോലൊരു ഒത്തുകൂടൽ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങളെപ്പോഴും അതിനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയതിന് ശേഷമാണ് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു, അയ്യോ വീഡിയോ അങ്ങനെ എടുത്തില്ല, ഇങ്ങനെ ഇതുപോലെ വീഡിയോ എടുത്താൽ മതിയായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പലരും പറയുന്നത്. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പകുതി പരിപാടികളൊക്കെ ഞാൻ കണ്ടു. കാരണം ഞാൻ അവിടെ എത്തിയത് 4:30 കേട്ടോ. അപ്പോൾ നേരത്തെ എത്തിയെങ്കിൽ കുറച്ചും കൂടി പരിപാടികളൊക്കെ കാണാൻ. പിന്നെ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാനൊരു ഇതില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ തന്നെ കുറച്ച് വൈകി അവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ നമുക്ക് അവാർഡൊന്നും
ഇല്ല, അതുകൊണ്ടാണ് വൈകി എത്തിയത് കേട്ടോ. പിന്നെ മിസ്സിരി അവാർഡ് മേടിക്കുന്നതും സുനിത ചേച്ചി അവാർഡ് മേടിക്കുന്നതൊക്കെ ശരിക്കും ഒന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ എൻ്റെ അയ്യാൻകുട്ടി അവിടെ വീണത്. അപ്പോൾ അതാ നമ്മുടെ ആരിഫ കിച്ചൺ വ്ലോഗ് ഇട്ടപ്പോൾ അവളുടെ അവാർഡൊക്കെ ഇതിന് മുന്നേ അവരുടെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ശരിക്കുള്ള വീഡിയോ ആ 3 പേരുടെ ചാനലിലൊക്കെ ഉണ്ട് കേട്ടോ. 3 പേരല്ല, റസീന, ആരിഫ, മിസിരിയ, സുനിത ചേച്ചി. അപ്പോൾ അവരുടെ ചാനലിലൊക്കെ ശരിക്കുള്ള വീഡിയോ വൃത്തിയായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഞാനവിടെ എത്താൻ തന്നെ കുറച്ച് ഞങ്ങൾ പിന്നെ ഒന്ന് പുറത്ത് പോയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എൻ്റെ മോൻ വീണെന്ന്. അപ്പോൾ അവന് ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പുറത്ത് പോയതാണ്. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ബീച്ചൊക്കെ. അങ്ങനെ പോയി മൂന്നാൾക്കും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് വീണ്ടും ഞങ്ങളിതാ ഈ ഹാളിനകത്തേക്ക് തന്നെ വരികയാണ് കേട്ടോ. അപ്പോൾ ആ സമയം എൻ്റെ മോനെ കൊണ്ടൊന്ന് വീഡിയോ എടുപ്പിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ മക്കളിങ്ങനെ നടന്ന് വരുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ, ഇതമ്മ ഇവരെന്നൊക്കെ. അവർക്കൊക്കെ എല്ലാ യൂട്യൂബർമാരെയും നല്ല ഏകദേശം പരിപാടി കഴിയാറായി. അപ്പോൾ കുറേശ്ശെ ആളുകളൊക്കെ പോയി തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 5:30 5:45 ആകുമ്പോഴേക്കും ഞങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയത് ആരിഫാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു നൈറ്റ് താമസിച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ അവിടെ നിന്ന് നാട്ടിലേക്ക്. ശരിക്കും പറഞ്ഞാൽ പരിപാടിയിൽ കൂടുന്നതിനേക്കാളും ഇൻട്രസ്റ്റ് ഞങ്ങൾ ആരിഫയുടെ വീട്ടിൽ എല്ലാവരും കൂടെ ഒരു രാത്രി നിൽക്കണം എന്നാണ് കേട്ടോ ഞങ്ങളെല്ലാവരും സന്തോഷം. ഇതുപോലെ കഴിഞ്ഞ വർഷം ആരിഫയുടെ വീട്ടിൽ കൂടാമെന്ന് വിചാരിച്ചാണ്. ആ സമയമാണ് ഇപ്പോൾ ആരിഫയുടെ മോന് ഒരു ആക്സിഡൻ്റൊക്കെ പറ്റിയത് കേട്ടോ. പിന്നെ അതങ്ങനെ നമുക്ക് മിസ്സായി. അങ്ങനെയാണ് ഞങ്ങൾ ഈ വർഷം കൂടാ എന്നൊക്കെ പ്ലാനിട്ട്. പിന്നെ ഈ പരിപാടി നടക്കുന്നതും കോഴിക്കോടാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാ സാഹചര്യവും ഇവിടെ ഫോട്ടോയിൽ വെച്ചിട്ടുണ്ടല്ലോ പോസ്റ്റർ. അപ്പോൾ ഈ കാണുന്നവരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുത്തവരാണ് കേട്ടോ. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് വീണ്ടും ആ ഹാളിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ മിസിരിയാക്കും സുനിത ചേച്ചിക്കും അവാർഡൊക്കെ കിട്ടിയിട്ട് പിന്നെ അവരെല്ലാവരും കൂടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരേ ഫോട്ടോ എടുക്കുന്ന തിരക്കാണ്. അപ്പോൾ ഞാനും അതിൻ്റെ കൂട്ടത്ത് ഓടിപ്പോയി നിന്നോട്ടാ. അപ്പോൾ റസീനയുണ്ട്, ഞാനുണ്ട്, ആരിഫ, സുനിത ചേച്ചി, ഷെമീറ ഡ്രീം വേൾഡ്സ്, മിസിരിയ കിച്ചൺ ട്ടാ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോസൊക്കെയാണ് എടുത്തിട്ടുള്ളത്. കൂടെ എൻ്റെ അയ്യാൻകുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ലൈറ്റൊക്കെ വെച്ചത് കൊണ്ട് തന്നെ ഫോട്ടോ എടുത്തതൊന്നും വലിയ ക്ലിയർ ഒന്നും ആയിട്ടില്ല. ഈ സമയം സുഹൈല വന്നിട്ടില്ല. അപ്പോൾ അവളവിടെ വളണ്ടിയർ ആണല്ലോ. അപ്പോൾ അവർക്ക് അവരുടേതായ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആരിഫയുടെ വീട്ടിലേക്ക് ബസ് യാത്രയാണ് കേട്ടോ. അപ്പോൾ രാത്രി ആയിട്ട് അപ്പോൾ ബസ്സിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരക്ക് കഴിഞ്ഞപ്പോൾ സീറ്റൊക്കെ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. മാനാഞ്ചിറ എന്ന് പറഞ്ഞ സ്റ്റോപ്പിലൊക്കെ ഇറങ്ങി. അതാണെന്നാ തോന്നണം കേട്ടോ. എന്നിട്ട് അന്നശ്ശേരി എന്നാണ് കേട്ടോ ആരിഫയുടെ വീട്, ആ സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് 2 ബസ്സൊക്കെ കയറിയിട്ട് ഞങ്ങൾ അവിടേക്കുള്ള യാത്രയുണ്ട്. അപ്പോൾ നല്ല ത്രില്ലിങ്ങിലാണ്. ആരിഫയുടെ വീട് കാണണം, എല്ലാവരും കൂടി ഒരു ഒത്തുകൂടൽ, അങ്ങനെ നല്ല ഹാപ്പിയാണ് കേട്ടോ. എല്ലാവരും സന്തോഷത്തിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങളത് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ 3 മക്കളുണ്ട്. റസീനയുടെ കൂടെ റസീനയുടെ ഹസ്ബൻഡ്, അവളുടെ മോന്, പിന്നെ മിസിരിയുടെ കൂടെ മിസിരിയുടെ മോള് മാത്രമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അയ്യാൻകുട്ടിയുടെ വീണ് ചുണ്ടൊക്കെ പൊട്ടി ആകെ അവശയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ, ഉറക്കം വന്നിട്ടൊക്കെ. അപ്പോൾ ഞാനും അയ്യാൻകുട്ടി ഫ്രണ്ടിലെ സീറ്റിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നെ മോൾക്കും മിസിരിയാക്കും ആരിഫാക്കും എല്ലാവർക്കും ഓരോ ഭാഗത്തൊക്കെ അങ്ങനെ സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിക്ക് നല്ല ഉറക്കക്ഷീണം. അങ്ങനെ ഞങ്ങൾ ആരിഫയുടെ വീട് എത്തിയിട്ട് അപ്പോൾ അവിടെ നിന്ന് ശരിക്കുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ചിലരുടെ തലയിൽ തട്ടമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും അത്ര ശ്രദ്ധിച്ചിട്ട് വോയിസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെയാണ് കേട്ടോ. പല സൗണ്ടൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒറിജിനൽ വോയിസൊക്കെ കട്ടാക്കിയതുണ്ട്. അപ്പോൾ ഓരോ തമാശകൾ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ കയറുന്നത്. ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചും അങ്ങനെ വീഡിയോയിലൊക്കെ ഓരോന്നിങ്ങനെ പറയണതും അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പിന്നെ ഷോർട്ട് വീഡിയോയിലൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ ഈ ഭാഗങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് രാത്രിയായി. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ ഫുഡൊക്കെ അവളെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഉസ്താദിൻ്റെ ബിരിയാണി എന്നാണ് കേട്ടോ പറഞ്ഞത്. ബിരിയാണിയൊക്കെ കുഴപ്പമില്ല, മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബിരിയാണി ചെമ്പ് പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മിസിരിയുടെ മോളുണ്ട്, മിസിരിയുണ്ട്, ആദിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കവറൊക്കെ ഒന്ന് പൊളിച്ചു. ഈ സമയം നമ്മുടെ റസീന അങ്ങനെ വീഡിയോ എടുത്തിട്ട് അവളും അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫോണൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് റെഡിയാക്കി കുട്ടികൾക്കുള്ളത് ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബിരിയാണി പൊട്ടിച്ചപ്പോൾ നല്ല അടിപൊളി മണമൊക്കെ വന്നോട്ടോ നമ്മുടെ കോഴിക്കോടൻ. പിന്നെ പെട്ടെന്ന് കച്ചമ്പർ ഉണ്ടാക്കലും പ്ലേറ്റ് കഴുകലും അങ്ങനെ ഓരോരുത്തരും ഓരോരോ പണിയിലൊക്കെ ഏർപ്പെട്ടു. ഞങ്ങളപ്പോൾ അവിടെ പോയി എല്ലാവരും ഒന്ന് ഫ്രഷായി അതിന് ശേഷമാണ് കേട്ടോ ഈ ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിക്കുന്നത്. അല്ലാതെ പോയ പാട് അങ്ങോട്ട് ബിരിയാണി ചെമ്പ് പൊട്ടിച്ചതൊന്നും അല്ല. ഇപ്പോൾ വെള്ളമൊക്കെ കലക്കി തന്നു, അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആയി അതിന് ശേഷമാണ് കേട്ടോ ബിരിയാണിയൊക്കെ അവിടെ തന്നെ എത്തിയത്. പിന്നെ അത് ബിരിയാണിയൊക്കെ നല്ലപോലെ അങ്ങ് സെറ്റാക്കി ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിസിരിയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഫുൾ വീഡിയോ ആയിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. കുറച്ച് വീഡിയോ എടുക്കും, കുറച്ച് എന്തെങ്കിലും ചെയ്യും, പിന്നെ കുറച്ച് സംസാരം, പിന്നെ വീട്ടിൽ നിന്ന് ഓരോരുത്തർ വിളിക്കുന്നുണ്ട് എത്തിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ. അതുകൊണ്ട് തന്നെ മുഴുവൻ വീഡിയോ നമുക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതാ കോഴിക്കോടൻ ബിരിയാണിയൊക്കെ അതാ കണ്ടില്ല. ആദ്യമായിട്ടാണ് കേട്ടോ കോഴിക്കോടൻ ബിരിയാണിയൊക്കെ ഞാൻ കോഴിക്കോട്ടേക്ക് പോയത്
തന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ ഇതുവരെ കോഴിക്കോട് ഞാൻ പോയിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കോഴിക്കോടൊക്കെ ഞാനും എൻ്റെ മക്കളും പോകുന്നത് തന്നെ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ. അങ്ങനെ അതാ എൻ്റെ മക്കളും റസീനയുടെ മോനും റസീനയുടെ ഭർത്താവും കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ആദ്യം ഫുഡ് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും കൂടി ഭക്ഷണം കഴിക്കാറുണ്ട്. പിന്നെ ഹിന്ദുസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കുകയാണ്. പിന്നെ ആരിഫ പറഞ്ഞാൽ അവൾക്കുള്ള കന്യാണ്. ഞങ്ങളെല്ലാവരും മൊത്തം കൂടിയിട്ട് അതിൽ സുനിത ചേച്ചി മാത്രം വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ സുനിത ചേച്ചി വീട്ടിൽ തിരിച്ചു പോകാനായിട്ട് കുറച്ചൊക്കെ ഒറിജിനൽ വോയിസ് കൊടുക്കാമെന്ന് വെച്ചാൽ അവിടെ കൊച്ചു ടിവിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ സൗണ്ട് കൂടെ ഇതിലാകുമ്പോൾ ഒന്നും നമുക്ക് മനസ്സിലാവും. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഷെമീറയുടെ വീട്ടിലേക്ക് പോയിട്ട് അത് ഇവിടുന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ. ആരിഫയുടെ വീട്ടിൽ കുറച്ച് പുറകിൽ തന്നെയാണ് ഷെമീറയുടെ വീടും. അപ്പോൾ ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളങ്ങനെ റോട്ടിലൂടെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടേക്ക് പോയിട്ടാണ്. പിന്നെ അതാ ഷെമീറയുടെ വീടൊക്കെ എത്തി. അപ്പോൾ അതിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഷെമീറയുടെ മോനും ഭർത്താവിനുള്ള ഫുഡാണ് കേട്ടോ അവളുടെ കയ്യിലുള്ളത്. അങ്ങനെ അവിടെ എത്തി. അപ്പോൾ അവിടെ പോയതും ആ ഫ്രണ്ടിൽ തന്നെ അവളുടെ ഭർത്താവും പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരൊക്കെ പോയി. അപ്പോൾ ഇതാണ് കേട്ടോ ഷെമീറയുടെ ഹസ്ബൻഡ്. അപ്പോൾ ഞങ്ങളെ വരവേൽക്കുകയൊക്കെ ചെയ്തു. പിന്നെ മക്കൾക്ക് സ്വീറ്റൊക്കെ വേഗം എടുത്ത് കൊടുത്തു കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ കൂടെ ഉണ്ടല്ലോ, അവർക്ക് സ്വീറ്റൊക്കെ വേഗം എടുത്ത് കൊടുത്തു. അങ്ങനെ ഷെമീറയുടെ വീടൊക്കെ നേരെ ഒന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അതും പാളിപ്പോയിട്ടാ. ഓരോ സംസാരത്തിൻ്റെ ഇടയിൽ കിട്ടുന്ന ഭാഗങ്ങളൊക്കെ ഓരോ വീഡിയോ ഒക്കെ ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റസീനയും മിസരിയും അവരെല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് അടുക്കളയിൽ ഞങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോയിൽ കണ്ട മാത്രം അടുക്കള നേരിട്ട് കാണുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ തമാശ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇതാണ് ഞങ്ങൾ കാണുന്ന അടുക്കള. ഇതാണ് നമ്മൾ സമീറ ഡ്രീംസിന്റെ അടുക്കള. നമ്മുടെ മിസിരിയ കിച്ചൻ്റെ സൗണ്ടാണ് കേട്ടോ കേട്ടത്. അപ്പോൾ ഷെമീറാൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഓരോ സ്ഥലപ്പേര് പറയണം. ഒരാൾ പെരിന്തൽമണ്ണ, ഒരാൾ പാലക്കാട്, ഒരാൾ മലപ്പുറം, തൃശ്ശൂർ, അങ്ങനെയൊക്കെ ഓരോന്ന് ഞങ്ങൾ പറയാനായിട്ട്. അങ്ങനെ അതാ ചക്കരമത്തനൊക്കെ മുറിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അവിടെ നിന്ന് ചക്കരമത്തനൊക്കെ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും സെൽഫിയും അങ്ങനെയൊക്കെ അതൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതാ ഡൈനിങ് ഹാളിലൊക്കെയാണ് ഞങ്ങൾ പോയിരുന്നത് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. കോഴിക്കോട് യാത്രാവിശേഷം ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ബോറടി ഇല്ലാതെ കണ്ടിട്ടുണ്ടാകും എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.